ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ അനലോഗ് ഇലക്ട്രോണിക്സിൽ ഏറ്റവും അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓപ്പറേഷൻ ആംപ്ലിഫയർ സാധാരണ ആംപ്ലിഫയർ പോലെ തന്നെ മാത്രമല്ല നമ്മൾ പറയുന്നത്. ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി തന്നെയുണ്ട് ഓപ്പറേഷൻ. എല്ലാ ഓപ്പറേഷൻസും മീൻസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതുപോലത്തെ ഓപ്പറേഷൻസ്, ബേസിക് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. സോ ഓപ്പറേഷൻ ആംപ്ലിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിജിറ്റൽ എക്യുപ്മെൻറ്റിലും ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓപ്പറേഷൻ amplifier, simply it is known as op-amp. Okay, ഞാൻ ആദ്യമേ പറഞ്ഞു it is a basic amplifier used to perform basic operation, basic operations. ഏതൊക്കെയാണ് ബേസിക് ഓപ്പറേഷൻസ്? അഡീഷൻ, ലൈക്ക് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആംപ്ലിഫയർ ആയ കാരണം അനലോഗ് അഡീഷനാണ്. അനലോഗ് വോൾട്ടേജുകൾ ഇപ്പം 2 വോൾട്ടേജുകളുണ്ട്. എനിക്കൊരു 2 വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, ഒരു 3 വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. ആ 2ഉം 3ഉം വോൾട്ടേജ് സപ്ലൈകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യും. അപ്പോൾ ബേസിക് അഡീഷൻ, ഇപ്പോൾ ഈ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയൊക്കെ പറയുന്നത് അനലോഗ് വോൾട്ടേജുകളുടെ, അനലോഗ് സിഗ്നലുകളുടെ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെയാണ്. സോ അഡീഷൻ ഉണ്ട്, ദെൻ വി ക്യാൻ ഹാവ് സബ്സ്ട്രാക്ഷൻ, ദെൻ വി ക്യാൻ ഹാവ് അഡീഷനും സബ്സ്ട്രാക്ഷനും പറ്റുമെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പറ്റും. ദെൻ നമുക്കറിയാം റിപ്പീറ്റഡ് അഡീഷനും റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷനൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് ഡിഫറൻസിയേഷൻ, then we can have integration, signal integration, signal differentiation, then we can have logarithm, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ലോഗരിതം. ദെൻ വി ക്യാൻ ഹാവ് ആൻറ്റി ലോഗരിതം. ഇതുപോലെ എല്ലാ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതുപോലെ ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, ഓപ്പ്-ആമ്പ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിവൈസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ വെരി ഇൻട്രൊഡക്ഷൻ ഫോർ ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പോൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഞാൻ ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ഡയോഡ്സ് ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം ഉണ്ടാവും. എന്നാലും നമുക്കറിയാം ആംപ്ലിഫയർ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾ മാറ്റി വെച്ചേരെ. നമുക്കത് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സെഷനിൽ, ബേസിക് ഇലക്ട്രോണിക്സ് ഡിവൈസ് സെഷനിൽ നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതെന്ന്. എന്തായാലും ആംപ്ലിഫിക്കേഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലും കുറേ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ സ്റ്റേജുകളാണുള്ളത്. ഓക്കെ, ഇൻസൈഡ് ദറ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയർ വി ഹാവ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, സോ ഇതിൻ്റെ ഏറ്റവും ഇതായിട്ട് നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. വി ക്യാൻ ഹാവ് 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. നിങ്ങൾ ബേസിക് ഈവൻ BSc ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. വി ക്യാൻ ഹാവിങ് VO. പോസിറ്റീവ് ഇൻപുട്ടും ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ടും ഉണ്ട്. പോസിറ്റീവ് ഇൻപുട്ടിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ആൻഡ് നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നാണ് പറയുക.
then we can having V out, output voltage ഉണ്ട്. Then we can having definitely ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കും. പ്ലസ് VCC ആൻഡ് മൈനസ് VE, ഇതാണ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ബോത്ത് പോസിറ്റീവ് സപ്ലൈ ആൻഡ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. അപ്പം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ വരയ്ക്കുമ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടാവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് VCCയോ മൈനസ് VE ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്ലസ് VCC ആയിട്ട് ഒരു +10 വോൾട്ടേജും മൈനസ് VE ആയിട്ട് -10 വോൾട്ടേജുമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആംപ്ലിഫയർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പം ഈവൻ നമ്മൾ എത്ര സിഗ്നൽ, ഇൻപുട്ട് സിഗ്നലും ഇതിന് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്ര കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൽ നിന്ന് മാക്സിമം കിട്ടാൻ പോകുന്ന പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് VCC, അതായത് +10 വോൾട്ടേജ് ആയിരിക്കും. മൈനസ് VE -10 വോൾട്ടേജ് ആയിരിക്കും. അതിൽ കൂടുതലൊരു വോൾട്ടേജ് കിട്ടില്ല. അതിൽ കൂടുതലുള്ള വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ സാച്ചുറേഷനായി എന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ട് പ്ലസ് സപ്ലൈ മൈനസ് സപ്ലൈയുടെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ ഈ ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജുകളാണ്. ഏറ്റവും സിമ്പിളായിട്ട് അത് വരയ്ക്കാൻ പറ്റുന്നത് 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വെച്ചിട്ടാണ്. സോ here there is one transistor. ഈ ട്രാൻസിസ്റ്ററുകളൊക്കെ വെറുതെ ഇങ്ങനെ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിനെയൊക്കെ ബയാസിങ് ചെയ്തിട്ടുണ്ട്. ബയാസിങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ റെസിസ്റ്ററൊക്കെ ഉണ്ട്. ഇപ്പം ഈ ട്രാൻസിസ്റ്റർ വരച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കളക്ടറാണ്, ഇത് എമിറ്ററാണ്, ഇത് ബേസാണ്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ലൈക്ക് ദിസ് ഈസ് ദ കളക്ടർ, എമിറ്റർ ആൻഡ് ബേസ്, ആൻഡ് ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചോളാം. ജസ്റ്റ് ഇത് വരയ്ക്കാൻ വേണ്ടി വരയ്ക്കുന്നതെന്നുള്ളൂ. ദിസ് ഈസ് പ്ലസ് VCC ആൻഡ് ദിസ് ഈസ് മൈനസ് VE ആൻഡ് ദിസ് ഈസ് ദ കോമൺ V out. This is the common V. And here we are applying plus V in. This is minus V in, or we can say that plus V in minus V in എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ആൻസർ, this is V1, this is V2, then this is V1 and this is V2. സോ നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബേസിലായിരിക്കും ഞാൻ ഇൻപുട്ട് V1 കൊടുക്കുക, ഇൻപുട്ട് V2. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ V1 കൊടുത്ത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ V2 കിട്ടും. ആൻഡ് V out എന്ന് പറയുന്നത് ഈ 2 കളക്ടറിനും കോമൺ ആയിട്ടാണ് ഞാൻ V out എടുക്കുന്നത്. അതിനകത്ത് V out ഇൻ ദ ഫോം ഓഫ് V1 V2 മൈനസ് V1 ടൈമിലായിരിക്കും. സോ ദിസ് ഈസ് V out ഈസ് പ്രൊപ്പോർഷണൽ ടു V1 മൈനസ് V2 ടൈമിലായിരിക്കും നമുക്ക് V out കിട്ടുക. മൈറ്റ് ബി ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറൊക്കെ ഉണ്ടാവും. സോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിനകത്ത് പറയാം. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2 ട്രാൻസിസ്റ്റർ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ ബേസിൽ V1 ഇൻവെർട്ടിങ് ഇൻപുട്ട് കൊടുക്കും. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ V2 ഇൻപുട്ട് കൊടുക്കും. കളക്ടറിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. സോ ദിസ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉണ്ട്. ഇൻവെർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ട് ചെയ്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇൻവെർട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മളൊരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഏത് ഫേസിലാണോ ഇൻപുട്ട് കൊടുത്തത് ആ ഫേസിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഇപ്പം ഞാനൊരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗെയിനായിട്ട് ഞാൻ ഒരു 5 ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. 5 വോൾട്ടേജാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഞാൻ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഒരു 1 വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക -5 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കൊടുക്കുക. +1 വോൾട്ടേജ് ആണ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നതെങ്കിൽ -5 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് ടെർമിനൽ കൊടുക്കുക. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് 1 കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 ആണ് ഗെയിനെങ്കിൽ നമുക്ക് +5 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. സോ ദാറ്റ് ഈസ് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇപ്പോൾ 2 ടെർമിനലിൽ ഞാൻ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ടെർമിനലിൽ ഇൻവെർട്ടിംഗ് ടെർമിനലൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 2 വോൾട്ടേജാണ് കൊടുക്കുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഒരു 5 വോൾട്ടേജാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗെയിൻ 2 ആണെന്ന് വിചാരിക്കുക. ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 2 ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഞാൻ കൊടുക്കുന്നത് 2 ആണ്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ 5 ആണ്. അപ്പോൾ 5 - 2 3 വോൾട്ടേജ് കിട്ടും. 3 × 2 ഗെയിൻ കിട്ടുന്നത് 3 × 2 6 കിട്ടും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എ ഗെയിൻ ഇൻറ്റു V1 - V2 ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ ദി ഈക്വലൻറ്റ് നെറ്റ്വർക്ക്, ഈക്വലൻറ്റ് സർക്യൂട്ട്. ഈക്വലൻറ്റ് സർക്യൂട്ടിൽ ഈ വരച്ചത് തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ദിസ് ഈസ് ഔട്ട്പുട്ട്. Consider this is positive, this is negative terminal. Okay, consider this is V1, V2, okay, this is Rn. This is the input resistance Rin. And ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിൽ ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസാണ്. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാത്ത പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. ആൻഡ് ഹിയർ ഇൻപുട്ടിൽ എഫക്റ്റീവായിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 - V2 ആയിരിക്കും എഫക്റ്റീവായിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. V1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ വോൾട്ടേജ്, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെർമിനൽ വോൾട്ടേജ്. സോ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ കിട്ടുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടറോട് കൂടി ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് സെഷനിൽ ഇത്രയും ഇൻപുട്ട് സെഷനാണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം. ഇൻപുട്ട് സെഷനാണ്. ഇൻപുട്ട് സെഷനിൽ ഒരു വെരി ഹൈ റെസിസ്റ്റൻസ്, Rin വിൽ ബി വെരി ഹൈ ആയിരിക്കും. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഐഡിയൽ ഓപ്പാമ്പിൽ Rl എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും, അത്രമാത്രം വലിയ ഇതായിരിക്കും. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ നമ്മളൊരു 10⁻7 10⁻8 ഓംസ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ഈ റെസിസ്റ്റൻസ് ഉള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ ഐഡിയലായിട്ട് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിരിക്കും, മെഗാ ഓം അല്ലെങ്കിൽ ഫ്യൂ 100 മെഗാ ഓംസ് ഒക്കെ ആയിരിക്കും ഇതിന് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് A × VID എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ആയിരിക്കും. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ, A എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ആണ്. ആൻഡ് സോ വി ക്യാൻ ബി ഔട്ട്പുട്ടിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് A × VID ആണ്. A × VID. Okay, where A is the gain, VID is the input voltage, and there is a series resistance R0. R0 എന്ന് പറഞ്ഞാൽ സീരീസ് റെസിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ദിസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലോ. ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ലോ ആയിരിക്കണം. ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ വലുതായിരിക്കണം. ആൻഡ് A ഈസ് ഓൾസോ വെരി ഹൈ ആയിരിക്കും. ഓക്കെ, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ. ദിസ് ഈസ് ക്ലിയർ. അപ്പം ഇത്രയാണ് അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട്, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് വരും, എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന്. ഇനി ഇതിൻ്റെ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വരച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ്. ഓക്കെ, സോ
transfer curve. Okay, so this is plus VID. Plus VID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 will be more positive than V2 കാരണം VID എന്ന് പറയുന്ന V1 minus V2 ആണ്. അപ്പോൾ V1 greater than V2 പൊസിഷനിലാണ് ഞാൻ പ്ലസ് എക്സ് ആയിട്ട് മൈനസ് VID എന്ന് പറയുന്നത് V1 ഈസ് ലെസ്സർ ദാൻ V2 പോയിൻ്റാണ് മൈനസ് VID. അപ്പോൾ ഇങ്ങോട്ടൊക്കെ VID ഹയർ ആവുന്നത്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് V1ഉം V2ഉം സെയിം ആവുന്ന പൊസിഷനിലാണ്. സോ എക്സ് ആക്സിൽ ഞാൻ പ്ലസ് VID ദാറ്റ് ഈസ് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ പ്ലസ് VID ആണ് വരച്ചിരിക്കുന്നത്, മൈനസ് VID മൈനസ് എക്സിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ലീനിയർ ഡിവൈസാണ്. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലീനിയർ പ്രോസസ്സാണ്. ലീനിയർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻപുട്ടിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത് അല്ലേ. ഇൻപുട്ട് എങ്ങനെ വേരി ചെയ്യുന്നു അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യണം. കാരണം ആംപ്ലിഫിക്കേഷൻ ഒരു ലീനിയർ പ്രോസസ്സാണ്. ഇപ്പം ഞാൻ പറയുന്ന സൗണ്ട് സിഗ്നൽ ലീനിയർ ആയിട്ട് ആംപ്ലിഫൈ ചെയ്യണം. കാരണം എൻ്റെ സൗണ്ട് സിഗ്നൽ കൂടുന്നതിനനുസരിച്ച് ആംപ്ലിഫിക്കേഷൻ അതായത് കൂടുതൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് വിൽ ബി ലൈക്ക് ദാറ്റ്. സോ ഒരു ലീനിയർ പ്രോസസ്സാണ്. ഒരു ഗെയിൻ സെറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ A ആണെങ്കിൽ A ഇൻറ്റു VID ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം ഈ ആക്സിസിൽ എനിക്ക് പ്ലസ്, കാരണം A എന്ന് പറയുന്നത് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഇതാണ്, കാരണം ഗെയിനാണത്. ഓക്കെ, അപ്പം ഗെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ A ഇൻറ്റു VID വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. സോ ദിസ് ഈസ് A ഇൻറ്റു VID. A ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് A ഇൻറ്റു VID, കാരണം VID നെഗറ്റീവ് ആയ കാരണം മൈനസ് A ഇൻറ്റു VID എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഐദർ പ്ലസ് VCC ഓർ മൈനസ് VE. അതാണ് സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞത്. അതായത് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് സാച്ചുറേഷൻ വോൾട്ടേജ് വരെയാണ് കിട്ടുകയുള്ളൂ. ഇവിടെ പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് വരെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ, ഇങ്ങനെ കിട്ടുകയുള്ളൂ. അതിനുശേഷം സാച്ചുറേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇത്രയും റീജിയനാണ് നമുക്ക് ലീനിയർ റീജിയൻ എന്നുള്ളത്. ദെൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ മൈനസ് VSAT ആണ്. സോ ഇവിടെ സാച്ചുറേറ്റ് ആയിപ്പോയി. സോ ദിസ് ഈസ് സാച്ചുറേഷൻ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് വോൾട്ടേജ് ഇപ്പോൾ ഗെയിൻ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ സ്മോൾ റേഞ്ചേ ഉള്ളൂ. അതിനുശേഷം എന്ത് പറ്റും, ഇത് സാച്ചുറേറ്റ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു കണക്ഷനും ഇല്ല. എങ്കിൽ നമുക്ക് ഈ VID കൊടുക്കാൻ പറ്റുന്നത് വളരെ സ്മോൾ റേഞ്ചിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ A എന്ന് പറയുന്നത് വളരെ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഈവൻ ഒരു സ്മോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബിഗ്ഗറായിട്ട് ആംപ്ലിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു 10,000 അങ്ങനത്തെ വാല്യൂ ഒക്കെ ആയിരിക്കും പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ 100,000 10,000 ഒക്കെ ആയിരിക്കും സാധാരണ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിൽ ഒരു VID കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് സാച്ചുറേറ്റഡ് വോൾട്ടേജിലാവും. കാരണം നമ്മൾ ഈ പ്ലസ് സാച്ചുറേഷൻ വോൾട്ടേജ് മൈനസ് സാച്ചുറേഷൻ +10 +15 +20 ഒക്കെ ആയിരിക്കും മാക്സിമം കൊടുക്കാൻ പോകുന്നത്. അപ്പം അത് സാച്ചുറേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ റേഞ്ചാണ് നമുക്ക് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് സാച്ചുറേറ്റ് ആയി പോകും. ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ, ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷനിൽ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കണ്ടീഷൻ. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷനിൽ എങ്ങനെയാണ് വരുന്നതെന്ന്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ? വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞു, ഡൗട്ടുള്ളൂ ചോദിച്ചോ. ഓക്കെ, ഡൗട്ടില്ലെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രോബ്ലം ചോദിക്കാറുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് അവിടെ ഉണ്ട്. അത് വെച്ചിട്ട് CACRന് പ്രോബ്ലം ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഗേറ്റിനൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട് മിക്കപ്പോഴും തന്നെ. ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്.
സാധാരണ അത് റെപ്രസെൻ്റ് ചെയ്യുക, കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുക ഐ വെച്ചിട്ടാണെന്ന് നമുക്കറിയാം. ഐ ഒ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുകയാണെങ്കിൽ, സിംപ്ലി ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലുണ്ടെന്ന് പറഞ്ഞു, നെഗറ്റീവ് ടെർമിനലിനുണ്ടെന്ന് പറഞ്ഞു. സോ ലെറ്റ് ദീസ് ആർ ദ ടെർമിനൽ ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് കറണ്ട് IB1 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കറണ്ട് IB2. ദിസ് ഈസ് വി ഔട്ട് ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഓക്കെ. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ദിസ് ഈസ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. പോസിറ്റീവ് എന്ന് എഴുതിയ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. ദിസ് ഈസ് ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ദിസ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ദിസ് ഈസ് ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ദ IO ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ ജസ്റ്റ് എഴുതാം, algebraic difference between current in inverting and inverting terminal. Okay, so നമ്മൾ IO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് IB1 IB2. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് വോൾട്ടേജ് ആണ്. ഇനി ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് ഗേറ്റിനൊക്കെ. ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആവറേജ് കറണ്ട്. ദാറ്റ് ഈസ് ദ ആവറേജ് കറണ്ട് flowing through the ഇൻപുട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ആവറേജ് കറണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. അപ്പം IB എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. IB ഈസ് നത്തിങ് ബട്ട്, ഇപ്പം IB1 IB2 രണ്ട് കറണ്ടാണ് പോകുന്നത്. ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2. So this is the average current flowing through the input terminals. Okay, so these two are very important parameters: input offset current, input bias current. Okay, so this is clear ആണെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഞാൻ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ലൂപ്പിലായിട്ട് വർക്ക് ചെയ്യും. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ ഓഫ് ഇൻപുട്ട്, പോർഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ലൂപ്പ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അതാണ് ഓപ്പൺ ലൂപ്പ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ, ഓപ്പറേഷൻ ആംപ്ലിഫയർ വളരെ ഹൈ ആയിരിക്കും. അതാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഗെയിൻ ഓഫ് ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു 10,000 100,000 അതുപോലത്തെ ഒരു വളരെ ബിഗർ വാല്യൂ ആയിരിക്കും നമുക്ക് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ കിട്ടുക. ഓക്കെ, സോ ഐഡിയലി ഇത് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫൈനൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, so now an open loop condition configuration. Okay, open loop configuration le and so we can have positive negative terminal is there, and here I am applying signal to this positive terminal.
അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ലെറ്റ് ദിസ് ഈസ് ഐ ആം അപ്ലൈങ് V1 വോൾട്ടേജ് ഈസ് അപ്ലൈങ് ആൻഡ് ദ B2 terminal ഈസ് ഗ്രൗണ്ടഡ് and here it is the Vout and the open loop gain is A. Okay, so this is the condition. ഇത് ഓപ്പൺ ലൂപ്പ് കണ്ടീഷൻ ആണ്. ഫീഡ്ബാക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസ് വോൾട്ടേജ്. എഫക്റ്റീവായിട്ട് ഇൻപുട്ടിൽ വരുന്നത് സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വോൾട്ടേജാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VID, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതെന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്. ഇവിടെ V2 എന്ന് പറയുന്നത് 0 ആണ്. V1 മൈനസ് 0 വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് V1 വോൾട്ടേജ്. ഓക്കെ, വാട്ട് എവർ ദാറ്റ് ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് വോൾട്ടേജ് ബിക്കോസ് ഹിയർ വൺ ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്. ദെൻ വാട്ട് ഈസ് Vout? Vout ഈസ് നത്തിങ് ബട്ട് A ഇൻറ്റു VID ആണ്. A ഇൻറ്റു VID ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹിയർ? A ഇൻറ്റു V1 ആണ് Vout എന്ന് പറയുന്നത്. So we know that there is a supply voltage is here. Supply നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് VCC മൈനസ് VE ആൻഡ് ഇതിന് മേലൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടാനും പോകുന്നില്ല. ഹിയർ ദ A ഈസ് വെരി ഹയർ വാല്യൂ. ഇൻഫൈനൈറ്റ് ആണ്, മറ്റേ ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ ദിസ് ഈസ് ഇൻ ഐഡിയൽ കേസ്. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് 10,000 or 100,000, it is like that much bigger value. Practical case it is like 100,000, it will be varies like that. Okay, so this condition, so this is ideal case, this is practical case. So even a small voltage കൊടുത്താ പോലും V1 ഒരു small voltage ആണ്. V1 is even if the V1 is small, Vout is a bigger value into a smaller value. V1 is equal to, ഇപ്പം V1 പോസിറ്റീവ് ആണെങ്കിൽ Vout will be plus VCC ആയിരിക്കും. If V1 is positive, if V1 is negative ആണെങ്കിൽ minus VE ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈവൻ ഒരു സ്മോളർ വോൾട്ടേജ് കൊടുത്താൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ പോസിറ്റീവ് സാച്ചുറേഷനിലേക്കോ നെഗറ്റീവ് സാച്ചുറേഷനിലേക്കോ പോകും. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ പൊതുവെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കാറില്ല. കാരണം എന്താ, അതിൻ്റെ ഗെയിൻ വളരെ കൂടുതലാണ്. ഗെയിൻ വളരെ കൂടുതലായ കാരണം നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓപ്പൺ ലൂപ്പ് കണ്ടീഷൻ നിങ്ങൾ പ്രോബ്ലം നോക്കുമ്പോൾ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എല്ലാം ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ ഒരു കണ്ടീഷനിലും വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സീറോ ക്രോസ് ഇൻഡിക്കേറ്റർ. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്താണ് സീറോ ക്രോസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വോൾട്ടേജ് കമ്പാരേറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിലേക്കാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ കണ്ടീഷനിലും നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിലാണെങ്കിൽ ഗെയിൻ വളരെ കൂടുതലായാണ്. ഈവൻ ഒരു സ്മോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ് സാച്ചുറേറ്റ് ആയി പോകും. ഓക്കെ, ഹോപ്പ് ദിസ് തിങ് ഈസ് വെരി ക്ലിയർ ടു യു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ദെൻ നിങ്ങൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട ഒരു കാര്യം കിർച്ചോഫ് കറണ്ട് ലോ ആണ്. നമ്മൾ സ്കൂൾ ലെവലും പ്ലസ് ടു ലെവലിലൊക്കെ പഠിക്കുന്ന കാര്യമാണ് കിർച്ചോഫ് കറണ്ട് ലോ. KCL. എന്താണ് KCL പറയുന്നത്? ദ ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ട്, ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണെന്നാണ് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് കിർച്ചോഫ് സേസ് ഓൾജിബ്രൈക് സം ഓഫ് current meeting at a junction
is 0. 95% പ്രോബ്ലം കിർച്ചോഫ് കറണ്ട് ലോ അറിയാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എന്താണെന്ന്. ആ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിങ്ങും, അതായത് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്, അതുപോലത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതും നമുക്ക് ഈ കിർച്ചോഫ് കറണ്ട് ലോയും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കേണ്ടത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ജംഗ്ഷൻ വരയ്ക്കുക. ഇപ്പം ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാവും എങ്ങനെയാണ് ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ്. ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ വരയ്ക്കാം. ഓക്കെ, സോ കൺസിഡർ വി ക്യാൻ ഹാവ് എ ബ്രാഞ്ച് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ജംഗ്ഷൻ ഈസ് വി എ. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എ ആണ്. ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വി ബി ആണ്. ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വി സി ആണെന്ന് വിചാരിക്കുക. സോ ദിസ് റെസിസ്റ്റർ ഈസ് ആർ എ, ദിസ് റെസിസ്റ്റർ ഈസ് ആർ ബി ആൻഡ് ദിസ് റെസിസ്റ്റർ ഈസ് ആർ സി. ആൻഡ് കൺസിഡർ ദിസ് ഈസ് ദ ജംഗ്ഷൻ. ഇതാണ് എൻ്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ വി സീറോ ആണെന്ന് വിചാരിക്കുക. സോ ഐ ആം അപ്ലൈങ് സം പൊട്ടൻഷ്യൽ, അതായത് സം വോൾട്ടേജ് ഞാനിവിടെ വി എയിലും വി ബിയിലും വി സിയിലും കൊടുക്കുന്നുണ്ട്. എൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ വി സീറോ ആണെന്ന് വിചാരിക്കുക. എനിക്കറിയത്തില്ല ഇത് ഈ പൊട്ടൻഷ്യലൊക്കെ ഏതാണെന്ന് അറിയത്തില്ല. കൺസിഡർ ഇഫ് വി എ ഈസ് ഹയർ ദാൻ വി സീറോ. ഇഫ് വി എ ഹയർ ദാൻ വി സീറോ ആണെങ്കിൽ കറണ്ട് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലേ? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം വി എ ആണ് വി സീറോനെ വെച്ചിട്ട് ജംഗ്ഷൻ പൊട്ടൻഷ്യലിൽ വെച്ചിട്ട് ഹയർ എങ്കിൽ കറണ്ട് ഡയറക്ഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് ഐ എ. ഇത് ഐ എ ആണ്, കറണ്ടിൻ്റെ ഐ എ എന്ന് ഞാൻ പേര് കൊടുത്തു. ആൻഡ് ഓൾസോ വി ബി ഈസ് ഹയർ ദാൻ വി സീറോ. വി ബി വി സീറോവിനേക്കാൾ ഹയർ ആണെന്ന് വിചാരിക്കുക. സോ ഐ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ആൻഡ് വി സീറോ ഈസ് ഹയർ ദാൻ വി സി. വി സീറോ ആണ് വി സിനേക്കാൾ ഹയർ പൊട്ടൻഷ്യൽ, ഈ കറണ്ട് ഇങ്ങോട്ടേക്കും പോകും. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഐ എ ഐ ബിയുടെ സമ്മാണ് ഐ സി. കാരണം ഈ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ കറണ്ട് ഐ എ എന്ന് പറയുന്ന കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടാണ്. ഐ ബിയും ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടാണ്. ഐ സി എന്ന് പറയുന്നത് ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. സോ ദിസ് ഈസ് എൻറ്ററിങ് കറണ്ട്. IA is entering current to the junction, IB is also entering current to the junction, and IC എന്ന് പറയുന്നത് leaving current to the from the junction ആണ്. So we can say that IA plus IB അത് രണ്ടും ജംഗ്ഷനിലേക്ക് വരുന്നതാണ്, മീറ്റ് ചെയ്യുന്നതാണ്, ഈക്വൽ ടു IC. Okay, fine. So what is Kirchhoff current law says? Kirchhoff current law says that ഇത് ഇക്വേഷൻ 1 ആണ്. ഐ സി ഇതെല്ലാം ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഐ എ പ്ലസ് മൈനസ് ഐ ബി. ദറ്റ് ഈസ് ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ദിസ് ഈസ് കെ സി എൽ. കെ സി എൽ എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത്, ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വാട്ട് ഈസ് ഐ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എ എന്ന് പറഞ്ഞ കറണ്ട് എന്ന് പറയുന്നത് ഈ കറണ്ടാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? ഐ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓംസ് ലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ബൈ ആർ ആണ് ഐ എന്ന് പറയുന്നത്, അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഐ എ? വി എ മൈനസ് വി സീറോ. കാരണം വി ആണ് ഹയർ പൊട്ടൻഷ്യലായിട്ട് എടുത്ത് വി സീറോനേക്കാൻ. ദാറ്റ് ഈസ് ബൈ ദ കറണ്ട് ഫ്ലോ ഈസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഐ എ. So I can say like IA is nothing but VA minus V0 divided by RA. That is IA. And IB, what is IB? VB minus V0 divided by RB. Okay. What is IC? V0 minus VC divided by RC. So I hope these all are clear. These all are clear to you. Then
ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഐ സി ഈസ് നത്തിങ് ബട്ട് V0 മൈനസ് VC ഡിവൈഡഡ് ബൈ RC ആൻഡ് IA, what is IA എന്ന് പറഞ്ഞാൽ IA is VA മൈനസ് V0 ഡിവൈഡഡ് ബൈ RA. So what is minus VA minus IA? V0 minus VA divided by RA. So we can be says that V0 minus VA divided by R. So what is minus IB? V0 minus VB divided by RB, that is equal to 0. Okay. So this is ഈ കാര്യം അറിയാമെങ്കിൽ ഇത് വെച്ചിട്ടാണ് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വേറൊന്നും വിചാരിക്കേണ്ട, കറണ്ടിൻ്റെ ഡയറക്ഷനോ പൊട്ടൻഷ്യൽ എത്രയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ നമുക്ക് ഐയുടെ ഡയറക്ഷൻ, ഐ ബിയുടെ ഡയറക്ഷൻ, ഐ സിയുടെ ഡയറക്ഷൻ ഒന്നും അറിയില്ല, കാരണം ഈ പൊട്ടൻഷ്യൽ ഒന്നും അറിയില്ല. ഈ V0 ഒന്നും പൊട്ടൻഷ്യൽ അറിയില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത്, ഇതിനകത്ത് KCL അപ്ലൈ ചെയ്യുമ്പോൾ V0 മൈനസ് VA ഡിവൈഡഡ് ബൈ RA പ്ലസ് V0 മൈനസ് VB ഡിവൈഡഡ് ബൈ RB പ്ലസ് V0 മൈനസ് VC ഡിവൈഡഡ് ബൈ RC ഈക്വൽ ടു 0 എന്ന് എടുക്കാം. നിങ്ങൾക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നും അറിയില്ല, എങ്ങോട്ടേ ഏതൊക്കെ കറണ്ടാണ് പോകുന്നത്. പക്ഷേ ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈ 0 ആയ കാരണം ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ജംഗ്ഷൻ എടുത്തോട്ടെ, ആ ജംഗ്ഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: V0 മൈനസ് VA ഡിവൈഡഡ് ബൈ RA പ്ലസ് V0 മൈനസ് VB ഡിവൈഡഡ് ബൈ RB പ്ലസ് V0 മൈനസ് VC ഡിവൈഡഡ് ബൈ RC ഈക്വൽ ടു 0. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കിർച്ചോഫ് കറണ്ട് ലോ. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏത് പ്രോബ്ലത്തിനകത്തും നമ്മൾ ഇത്. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ പറയാൻ പോകും ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പ്-ആമ്പ് ആണ്. ഐഡിയൽ ക്യാര ഓഫ് ഓപ്പ്-ആമ്പ്. Okay, then we can have first one is input impedance എന്തായിരിക്കും. ഐഡിയൽ കേസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കും. ദെൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കും. ഓക്കെ, ദെൻ ഗെയിൻ എന്തായിരിക്കണം. ദെൻ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും. ഇതെല്ലാം നമ്മൾ സാധാരണ ആംപ്ലിഫയറിലും ഈ പാരാമീറ്റേഴ്സൊക്കെ, ഈ 4 പാരാമീറ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓപ്പറേഷൻ ആംപ്ലിഫയറിന് മാത്രമല്ല ഏതൊരു ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാലും ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ഗെയിന്, ബാൻഡ് വിഡ്ത്ത്. ദെൻ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം വേറെ 2 പാരാമീറ്റേഴ്സ് കൂടെ ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഈസ് CMRR, that is common mode rejection ratio. ഞാൻ പറയുന്നത് എന്താണെന്ന്, റിജക്ഷൻ റേഷ്യോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ലൂ റേറ്റ്. ഇത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ദെൻ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആകുമ്പോൾ, ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആകുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഷുഡ് ബി ഇൻഫൈനൈറ്റ് ആണ്. ഞാൻ ആദ്യം വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇമ്പിഡൻസ് RN എന്ന് പറയുന്നത് ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും, അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ ഇറ്റ്സ് ഫ്യൂ ഹൺഡ്രഡ് മെഗാ ഓം റേഞ്ചിലേക്ക് ആയിരിക്കും പ്രാക്ടിക്കൽ കേസിലുള്ളത് ഇൻപുട്ട് ഇമ്പിഡൻസ്. അത് ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണെങ്കിൽ ഒരു ഏത് ആംപ്ലിഫയർ ആയിക്കോട്ടെ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആക്കി വയ്ക്കും. അങ്ങനെ ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഒരു ഓപ്പ്-ആമ്പ് വെച്ചിരിക്കുന്നു, ഒരു ഇൻപുട്ട് ഡിവൈസ് വെച്ചിരിക്കുന്നു, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആംപ്ലിഫയർ ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് ഭയങ്കര ലോഡിങ് എഫക്റ്റ് ഉണ്ടാവും. ഇൻപുട്ട് മൂലം ഒരു ലോഡ് ഔട്ട്പുട്ടിലേക്ക് ജനറേറ്റ് ചെയ്യും. ആ ലോഡിങ് എഫക്റ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫൈനൈറ്റ് ആയിട്ട് വയ്ക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഷുഡ് ബി
സീറോ ആയിരിക്കണം, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് സീറോ ആയിരിക്കണം. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് സീറോ അല്ലെങ്കിൽ വാട്ട് വിൽ ബി ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മളൊരു ഡിവൈസ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് ഫുള്ള് വോൾട്ടേജ് മെഷർ ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ വോൾട്ടേജ് ഒന്നും ഡ്രോപ്പ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ആ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ലോ ആക്കി വയ്ക്കും. പ്രാക്ടിക്കൽ കേസിൽ 10 ഓമോ 50 ഓമോ അതുപോലത്തെ വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഐഡിയൽ കേസിൽ പറയുമ്പോൾ നമ്മൾ സീറോ ആയിട്ടാണ് പറയും. ഓക്കെ, ദെൻ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഐഡിയലി നമ്മൾ ഈവൻ സീറോ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ബട്ട് പ്രാക്ടിക്കലി വളരെ സ്മോൾ, ഈവൻ ഒരു മൈക്രോ വോൾട്ടേജ് ലെവലിൽ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് റേഞ്ചിൽ ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗെയിൻ ഈസ് ലൈക്ക് 10,000 100,000 അതുപോലത്തെ ഒരു വാല്യൂ ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ, ഐഡിയൽ കേസിൽ നമ്മൾ പറയുമ്പം അത് ഇൻഫൈനൈറ്റ് ആയിട്ടായിരുന്നു പറയുന്നത്. ഓക്കെ, that much higher value ആണ് കാരണം ഐഡിയൽ കേസിൽ പറയുമ്പോൾ ഇൻഫൈനൈറ്റ്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ ഇൻഫൈനൈറ്റ്. വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ, എത്ര ഫ്രീക്വൻസിയിൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഈവൻ 0 ഹെഡ്സ്, അതായത് 0 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഒരു DC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഒരു വളരെ ഹൈ ഫ്രീക്വൻസി ഈവൻ മെഗാ ഹെഡ്സിലൊക്കെയുള്ള ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇൻഫൈനൈറ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് അതായത് 0 ഫ്രീക്വൻസിയിലും ഇൻഫൈനൈറ്റ് ഫ്രീക്വൻസിയിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഗെയിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനെ ഔട്ട്പുട്ടിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗെയിൻ ഫാക്ടർ സെയിം ആയിരിക്കും. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ നമുക്കറിയാം, ഒരു സാധാരണ ആംപ്ലിഫയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ആംപ്ലിഫയറിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്തേ ഉള്ളൂ. അതിന് ശേഷം അതിൻ്റെ ഗെയിനൊക്കെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിന് താഴെ ഒരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും അതിന് മേളിലൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഗെയിനൊക്കെ ചേഞ്ച് ചെയ്യും. ബട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ ഇപ്പോൾ ഈവൻ ഒരു വളരെ വലിയ റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവിങ് 2 more parameters, that is common mode rejection ratio. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ അത് മൊത്തം നള്ളിഫൈ ചെയ്ത് കളയുന്ന ഒരു ഡിവൈസാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതായത് ഇപ്പം നമുക്കൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലുണ്ട്. ഇതിലേക്കൂടെ ഒരു കറണ്ട് വരുന്നുണ്ട്, ഇതിലേക്കൂടെ ഒരു കറണ്ട് വരുന്നുണ്ട്. ഇതിനെ ക്രോസ് ഇൻപുട്ട് വോൾട്ടേജ് VID ആണ്. VID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 മൈനസ് V2 ആണ്. ദിസ് ഇസ് V1, ഇത് V2 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VID ഈസ് V1 മൈനസ് V2 ആണ്, അല്ലേ? ഇത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പം ഇൻപുട്ട് വരുന്ന വോൾട്ടേജിനെയൊക്കെ നള്ളിഫൈ ചെയ്ത് കളയുന്നതാണ് ഡിഫറൻസ് വോൾട്ടേജിനെ 0 ആക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ V1 ഒരു 1 വോൾട്ടേജാണ് കൊടുത്തത്, V2 1 വോൾട്ടേജാണ് കൊടുത്തേക്കണമെങ്കിൽ ഇൻ എഫക്റ്റ് VID എന്ന് പറയുന്നത് എനിക്ക് 0 വോൾട്ടേജ് കിട്ടണം, അല്ലേ? VID എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2 ആണ് കിട്ടേണ്ടത്. ബട്ട് ദർ വിൽ ബി എ സ്മോൾ ഡിഫറൻസ്. ഇപ്പോൾ രണ്ടും സെയിം വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് എന്തോരം ഉണ്ടെന്ന് പറയുന്ന ആ റേഷ്യോനെയാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് കോമൺ ആയിട്ട് വരുന്ന സിഗ്നലുകളെ ഇത് റിജക്റ്റ് ചെയ്യണം, ഓപ്പറേഷൻ ആംപ്ലിഫയർ റിജക്റ്റ് ചെയ്യണം. അതാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. എത്രമാത്രം എഫക്റ്റീവായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പാരാമീറ്ററാണ് CMRR. എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ എത്രമാത്രം അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആകത്തുകയാണ് CMRR എന്ന് പറയുന്നത്. അപ്പോൾ CMRR കാണാനായിട്ടൊരു ഇക്വേഷനുണ്ട്. CMRR ഈസ് നത്തിങ് ബട്ട് AD/ACM, വേർ ACM എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് ഗെയിനാണ്. ACM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ മോഡ് ഗെയിൻ. AD എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗെയിൻ.
ഈ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ഈ V2 ടെർമിനൽ സിഗ്നലൊന്നും കൊടുക്കുന്നില്ല, 0 ആക്കി വയ്ക്കുമ്പോൾ ഉള്ള ഗെയിനാണ് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് മാത്രം കൊടുക്കുമ്പോൾ ഉള്ള ഗെയിനാണ് ഡിഫറൻഷ്യൽ ഗെയിൻ. അല്ലെങ്കിൽ നമ്മൾ V1ലും V2ലും സിഗ്നൽ കൊടുക്കുമ്പോൾ VID എന്ന് പറയുന്നത് V1 - V2 × A ആണ്. ആ ഗെയിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ. കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രണ്ടിനകത്ത് ഒരു സിഗ്നൽ തന്നെ കോമൺ ആയിട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഗെയിൻ. ഇപ്പോൾ രണ്ടിനകത്ത് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ACM എന്ന് പറഞ്ഞതിനകത്ത് ബട്ട് ഇപ്പോൾ രണ്ട് V1ലും V2ലും ഞാൻ V എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. V എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കുക. ദെൻ വാട്ട് വിൽ ബി ദ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VID വിൽ ബി 0 വോൾട്ടേജ് ആയിരിക്കും അല്ലേ. VID 0 വോൾട്ടേജ് ഐഡിയൽ കേസിലാണ് ഞാൻ പറയുന്നത്. VID വിൽ ബി 0 വോൾട്ടേജ്. അതിൻ്റെ ഡിഫറൻസ് വോൾട്ടേജ് രണ്ടിനകത്ത് ഒരു സിഗ്നൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് വോൾട്ടേജ് VID ഇതായിരിക്കും. സോ വാട്ട് വിൽ ബി ദ ACM, ദാറ്റ് കോമൺ മോഡ് ഗെയിൻ വിൽ ബി 0 ആയിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഗെയിൻ, കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം ഡിഫറൻസ് വോൾട്ടേജ് 0 ആണ്. സോ വാട്ട് ഈസ് CMRR ഇൻ that is AD by ACM. Your ACM is 0, that anything by 0 is infinite. So common mode rejection ratio എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻഫൈനൈറ്റ് ആയിരിക്കണം ഇൻ ഐഡിയൽ കേസിൽ. ഓക്കെ, അതായത് കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയണം. ബട്ട് കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയില്ല ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്തും തരും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നോയ്സൊക്കെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ നോയ്സ് അനാലിസിസിനൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷനാണ്. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇൻഫൈനൈറ്റ് ആയിരിക്കണം, അതായത് വളരെ വലിയ സ്പീഡിലായിരിക്കണം ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വളരെ വലിയ സ്പീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഡിലേയും ഉണ്ടാവാൻ പാടില്ല. ഇൻപുട്ടിൽ എപ്പോൾ വേരിയേഷൻ കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയ വേരിയേഷൻ, ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയ വേരിയേഷൻ അപ്പം തന്നെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ആ റേഷ്യോനെയാണ് നമ്മൾ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ലൂ റേറ്റ് ഈസ് നത്തിങ് ബട്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് per യൂണിറ്റ് ടൈം. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് per യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൗ ഫാസ്റ്റ്ലി അതിൻ്റെ ഫിസിക്കൽ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ്ലി ദ op-amp റെസ്പോൺസ്. ഔട്ട്പുട്ട് ഓഫ് op-amp റെസ്പോൺസ്, ഹൗ ഫാസ്റ്റ്ലി ആയിട്ടാണ് ഔട്ട്പുട്ട് ഓഫ് op-amp റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് സ്ലൂ റേറ്റ് ഈസ് dV0/dt, rate of change of output voltage, maximum rate of change of output voltage. Okay, so എങ്ങനെയാണ് റേറ്റ് ഓഫ് ദാറ്റ് dt will be 0 ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ടൈം വിത്തൗട്ട് ടൈം ഔട്ട്പുട്ടിൽ റെസ്പോൺസ് വരും. സോ സ്ലൂ റേറ്റ് വിൽ ബി ഇൻഫൈനൈറ്റ്. So that we can, because dt is 0, without any time the output will be a response. Okay, so this is regarding the basics of operation amplifier. ഈ ബേസിക്സുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഈ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം വളരെ, ഇന്നത്തെ ക്ലാസ് എനിക്കറിയാം തിയറി ബേസ്ഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ കിർച്ചോഫ് കറണ്ട് ലോയും, എന്താണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, എന്താണ് ഗെയിന്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈക്വലൻറ്റ് സർക്യൂട്ട്, അതിൻ്റെ ഉള്ളിലുള്ള സർക്യൂട്ട് എങ്ങനെയാണ്, എന്താണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
താങ്ക് യു വെരി മച്ച്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ ചോദിക്കണം. ഓക്കെ.